പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ സദാചാരം എന്ന കൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നെല്ലിനു നീരു വറ്റീടിൽ പുല്ലിനും പോയിടുന്നത്, നെല്ലിനു നീരു വറ്റീടിൽ പുല്ലിനും പോയിടുന്നത്, കല്ലിലത്രേ ജലം നെല്ലിൽ ചെല്ലും വഴി ചെറുക്കുകിൽ, കല്ലിലത്രേ ജലം നെല്ലിൽ ചെല്ലും വഴി ചെറുക്കുകിൽ. ഇതാണ് ശ്ലോകം. നെല്ലിനു നീരു വറ്റീടിൽ പുല്ലിനും പോയിടുന്നത്, കല്ലിലത്രേ ജലം നെല്ലിൽ ചെല്ലും വഴി ചെറുക്കുകിൽ. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളുടെ വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ നെല്ലിനു നീരു വിട്ടീടിൽ പുല്ലിനും പോയിടുന്നത് എന്നാണ് ഒന്നാം പാദത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആദ്യകാലങ്ങളിൽ നെല്ലിനു നീരു വറ്റീടിൽ പുല്ലിനും പോയിടുന്നത് എന്നായിരുന്നു അച്ചടിച്ചിരുന്നത്. പ്രൊഫസർ MS ശാസ്ത്രിയുടെ വ്യാഖ്യാനത്തിൽ ഇക്കാര്യം വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. ഒന്നാം പദത്തിൽ വറ്റീടിൽ എന്ന് കാണുന്ന പാഠം യോജിപ്പിക്കുവാൻ പ്രയാസമുണ്ട്. ഒരു വ്യാഖ്യാതാവ് വിട്ടീടിൽ എന്നാണ് പാഠം ചേർത്തിരിക്കുന്നത്. വാർത്തീടിൽ എന്ന തമിഴ് പ്രയോഗത്തിന് മലയാളത്തിൽ വറ്റീടിൽ എന്ന പരിണാമം വരാം, അർത്ഥവും സംഗതമാകും എന്നാണ് പ്രൊഫസർ MS ശാസ്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പേരെടുത്തു പറയാതെ ഒരു വ്യാഖ്യാതാവ് വിട്ടീടിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റിയാണെന്ന് തിട്ടമില്ല. പ്രൊഫസർ G. ബാലകൃഷ്ണൻ നായരുടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച സമ്പൂർണ്ണ വ്യാഖ്യാനത്തിൽ 5ാം പതിപ്പ് 2018 ജനുവരിയിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. ആ പതിപ്പിൽ ഗുരുവിൻ്റെ സദാചാരം എന്ന കൃതി ഉൾപ്പെടുത്തിയിട്ടേയില്ല. ഡോക്ടർ T. ഭാസ്കരൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന വ്യാഖ്യാന ഗ്രന്ഥത്തിൽ, അത് മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്, അതിൽ MS ശാസ്ത്രികൾ വറ്റീടിൽ എന്ന പാഠം കൊടുക്കുകയും തമിഴിലെ വാർത്തീടിൽ എന്നതിൻ്റെ മലയാള പരിണാമമായ വാറ്റീടിൽ ആയി ഊഹിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. അത് T. ഭാസ്കരൻ്റെ അഭിപ്രായമാണ്. സമാനമായ ചില അഭിപ്രായ ഭേദങ്ങൾ ഗുരുകൃതമായ മറ്റു ചില കൃതികളിലെ ചില പ്രയോഗങ്ങളെ സംബന്ധിച്ചും വ്യാഖ്യാതാക്കൾക്കിടയിലുള്ളതായി കാണാവുന്നതാണ്. ഈ അഭിപ്രായ വ്യത്യാസം അർത്ഥശൂന്യമാണ്. വ്യാഖ്യാതാക്കളുടെ ഊഹമനുസരിച്ച് മാറ്റം വരുത്തേണ്ട പ്രയോഗങ്ങളൊന്നും ഗുരു നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശരി. ഇവിടെ ഗുരുദേവൻ്റെ പ്രയോഗത്തിൽ യാതൊരു അപാകതയും ഇല്ല എന്നുള്ളതാണ് സത്യം. നെല്ലിനു നീരു വറ്റീടിൽ പുല്ലിനും പോയിടുന്നത്, നെല്ലിനു നീരു വറ്റീടിൽ പുല്ലിനും പോയിടുന്നത് എന്നാണ് ഗുരുവിൻ്റെ പ്രയോഗം. നെല്ലിനു നീരു വറ്റീടിൽ എന്ന പ്രയോഗത്തിൻ്റെ വാച്യാർത്ഥം നെൽപ്പാടത്തെ ജലം വറ്റിപ്പോയാൽ എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ നെല്ലും അവയ്ക്കിടയിൽ വളരുന്ന പുല്ലുകളും മാത്രമല്ല, നെൽപ്പാടത്തേക്കുള്ള നീരൊഴുക്കിൻ്റെ പാർശ്വങ്ങളിൽ വളരുന്ന പുല്ലുകളും കരിഞ്ഞു പോകും. കൃഷിനാശത്തോടൊപ്പം കന്നുകാലിത്തീറ്റയുടെ ദൗർലഭ്യത്തിനും നീരൊഴുക്കിൻ്റെ അഭാവം കാരണമായി തീരും. അതൊഴിവാക്കാനായി നീരൊഴുക്കിന് തടസ്സം വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടം ഇല്ലാത്തവരും
അനർഹരായവരും നാം ചെയ്യുന്ന സൽപ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുമല്ലോ എന്നുള്ള ശങ്കയാൽ സൽപ്രവൃത്തികളിൽ നിന്നും നാം പിന്തിരിഞ്ഞുകൂടാ എന്നാണ് ഈ ഉപദേശത്തിൻ്റെ പൊരുൾ. കല്ലിലത്രേ ജലം നെല്ലിൽ ചൊല്ലും വഴി ചെറുക്കുകിൽ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ 2ാം പകുതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഗുരു ജീവിച്ചിരുന്ന കാലത്ത് നീരൊഴുക്ക് തടയാനായി കല്ലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന തടകളാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന തടകളാൽ തടഞ്ഞു നിർത്തപ്പെടുന്ന ജലം ആർക്കും പ്രയോജനപ്പെടാതെ പോകുമെന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത്. അന്യരുടെ പാടങ്ങളിലേക്ക് നീരൊഴുക്കിനെ തടയുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്ന പ്രവൃത്തി സദാചാരപരമല്ല എന്നാണ് ഈ ഉപദേശത്തിൻ്റെ പൊരുൾ. പരോപകാരമേ പരംപുണ്യം, പാപമേ പരപീഡനം എന്ന സാരോപദേശം തന്നെയാണ് മറ്റൊരു പ്രകാരത്തിൽ ഗുരുവും ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.